നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ആ ഒരു ദുരന്തം, അതിൻ്റെ വേദന മാറും മുമ്പാണ് ഇപ്പോൾ വലിയൊരു വിവാദ വിഷയമുണ്ടായിട്ടുള്ളത്. ടൗൺഷിപ്പിൽ ചോർന്നൊലിക്കുന്ന വീടുകളാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ വീട്ടുകാർക്ക്, അവിടുത്തെ ആളുകൾക്ക് നൽകുന്നത് എന്നുള്ളതായിരുന്നു പരാതി. നമുക്കറിയാം, ഒരുപാട് മനുഷ്യർ നഷ്ടമായൊരു ദുരന്തം, രാജ്യം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ ആഴമുള്ള ഒരു ദുരന്തം. ആ ഒരു ദുരന്തത്തിൽ പലർക്കും തൻ്റെ വീട് അല്ലെങ്കിൽ താൻ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം ഒന്നടങ്കം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി പലരുടെയും വീട്ടിൽ ഒരൊറ്റ മനുഷ്യൻ മാത്രം ബാക്കിയായ ആളുകളുണ്ട്. അത്തരത്തിൽ ഇനി ആർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കുമെന്നും പോലും അറിയാത്ത ആളുകൾക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിൽ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട്, നിങ്ങൾക്ക് തകർന്നുപോയ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി തന്നെ ഒരു ജീവിതം ഞങ്ങൾ സമ്മാനിക്കാമെന്നുള്ള ഉറപ്പിൽ സർക്കാർ വീട്, ടൗൺഷിപ്പൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതായത് ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ആളുകളെ പോലും തുരന്നു തിന്നുന്ന പണക്കൊതിയന്മാരുണ്ടല്ലോ, അത്തരത്തിലൊരു വർഗമായിട്ട് നമ്മുടെ ഭരണകൂടം മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ കരാർ കൊടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. നമുക്കറിയാം, ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെയധികം വിവാദ വിഷയങ്ങളിലൊക്കെ നിലവിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ എന്ത് വികസന മാതൃകകൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൽ ടെൻഡർ നൽകുന്നത് ഊരാളുങ്കലിനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഊരാളുകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ള വിമർശനമുണ്ട്. അതായത് 2 തവണ കേരളം ഭരിച്ച LDF സർക്കാർ, പിണറായി സർക്കാർ തൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി ജോലി ഉറപ്പാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ശ്രമിച്ചിരുന്നത് എന്നൊരു ആക്ഷേപം. അത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല മാതൃക ടൗൺഷിപ്പ് നിർമ്മിക്കാനും ടെൻഡർ കൊടുക്കുന്നു. അപ്പോൾ ആ ടെൻഡർ കൊടുത്തതിന് പ്രകാരമുള്ള വീടുകൾക്ക് ആണ് ഇത്തരത്തിൽ ചില കേടുപാടുകൾ ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ അത്തരം കേടുപാടുകൾ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച ആ ഒരു പരാതിക്കാരനെതിരെയും വളരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നടക്കുകയാണ്. അതായത് ഒന്ന് മനസ്സിലാക്കേണ്ടുന്നത്, തൻ്റെ പ്രതീക്ഷകളും എല്ലാ മുന്നിലുള്ള വഴികളും അടഞ്ഞ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ചെറിയൊരു പ്രതീക്ഷയുടെ കണിക നൽകിക്കൊണ്ടാണ് ഈ ഒരു ടൗൺഷിപ്പിൽ ഒരു വീട് ലഭിക്കാൻ പോകുന്നത്. അവിടെയും ഈ പറയുന്ന വിള്ളലുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു പരാതിയുമായിട്ട് അയാൾ രംഗത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. ഇതിനുശേഷം ഇയാൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാളൊരു കോൺഗ്രസ്സുകാരനാണ് എന്നും കോൺഗ്രസ്സുകാർക്ക് പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കള്ളപ്രചാരണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ പരാതിക്കാരനെതിരെ വരുന്നത്. എന്തായാലും ഇങ്ങനെ പരാതി വരുമ്പോൾ ഇതിനെതിരെ മറ്റൊരു പരാതിയുമായിട്ട് രംഗത്ത് വരികയാണ്. ഈ ദുരന്തബാധിതൻ രംഗത്ത് വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടുടമയായിട്ടുള്ള മുണ്ടക്കൈ സ്വദേശിയായ KT നൗഫലാണ് ഇപ്പോൾ CPM അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുന്നത്. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ നൗഫൽ ഇപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും പണം വാങ്ങി നൗഫൽ നുണ പറയുകയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട പ്രചാരണം. അത് എന്താണ് എന്നുള്ള വസ്തുത അറിയേണ്ടതുണ്ട്, അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും നമ്മളൊരു കാര്യം ഈ പറയുന്നത് പോലെ നമുക്ക് അയാളത് പറഞ്ഞത് പരാതി അറിവില്ലായ്മ കൊണ്ടാണോ, ഈ പ്രേരണ കൊണ്ടാണോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ആ ഒരു വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ അയാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ആർക്കും ഒരു അധികാരമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വസ്തുത. എന്തായാലും കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങിയാണ് നൗഫൽ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ നൗഫലിനെതിരെ വരുന്നത്. ഇത്തരത്തിൽ മുണ്ടക്കൈയിലെ ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന പോസ്റ്റുകൾക്ക് ഒക്കെ താഴെ നൗഫലിനെ അസഭ്യം പറയുന്ന നിരവധി ആളുകൾ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വച്ച് നൗഫൽ കോൺഗ്രസ് നൽകുന്ന വീട് സ്വീകരിക്കുകയാണ് എന്നാണ് ചിലർ കമൻ്റ് ഇടുന്നത്. സ്വീകരിക്കണം എന്നതാണ് ചിലർ കമൻ്റ് ഇടുന്നത്. സൈബർ ആക്രമണത്തിനെതിരെ ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നാണ് നൗഫൽ പറയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 16 ബന്ധുക്കളടക്കം നഷ്ടപ്പെട്ട ഒരാളാണ് താൻ. പുതിയതായി നിർമ്മിച്ച വീട് ഒലിച്ചുപോയി. പ്രവാസിയായിരുന്ന നൗഫൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി K രാജൻ തന്നെ ടൗൺഷിപ്പിൽ നൗഫലിൻ്റെ വീട്ടിലെത്തി, ലഭിച്ച വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. മേൽക്കൂരയിൽ നിന്നും വെള്ളം കിണിഞ്ഞിറങ്ങി
കിടന്നിറങ്ങിയ ഭാഗത്ത് മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ചുരണ്ടിക്കളഞ്ഞാണ് കെ രാജൻ വീടിന് വിള്ളലില്ല എന്ന് അവകാശപ്പെട്ടത്. എന്നാൽ വിള്ളൽ വ്യക്തമായി കാണാനാകുന്ന അടുത്ത മുറിയിൽ മന്ത്രി പോയില്ല എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് തന്നെ കാണാനോ പരാതി കേൾക്കാനോ മന്ത്രി തയ്യാറായില്ല എന്നും നൗഫൽ പറഞ്ഞത് ഈ വിമർശനങ്ങൾക്ക് ഇടയായി. മാർച്ച് 1-നാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇങ്ങനെയൊരു ടൗൺഷിപ്പിൽ വീട് ഉദ്ഘാടനം ചടങ്ങിന് പണി പൂർത്തിയായ വീടിന്റെ രേഖകൾ നൗഫലിന് കൈമാറുന്നത്. എന്നാൽ 1.5 മാസം കഴിഞ്ഞിട്ടും ഈ വീട്ടിലെ വിള്ളലും വെള്ളവും കിനിഞ്ഞിറങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഇത്തരത്തിൽ പരാതികൾ നിരവധി വരുമ്പോൾ അവിടെ ഉത്തരം പറയേണ്ടി വരുന്നത് നൗഫൽ തന്നെയാണ്. വിമർശനം ഉണ്ടാക്കുന്നവരോടൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന് ആലോചിക്കുക, ആ ഒരു മനുഷ്യന് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്ന് കരുതിയെടുത്താണ് അയാൾ തുടർന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും തനിക്ക് കിട്ടുന്നതൊക്കെ ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളൊരു മാനസിക സമ്മർദ്ദം അയാൾക്കുണ്ടായിരിക്കാം. അപ്പോൾ അയാൾ അത് ഇവിടെ പറയണം, എങ്ങനെ പറയണമെന്നൊന്നും അറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോഴും അയാൾ അനുഭവിക്കുന്ന ഒരു വേദന മനസ്സിലാക്കണം. ആരും തന്നെ കൂടെയില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു ബന്ധുക്കൾ പോലും കൂടെയില്ലാത്തൊരു മനുഷ്യനോട് വീണ്ടും മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കേരളം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ടും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഈ പറയുന്നത് പോലെ മന്ത്രി അടക്കം അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. മന്ത്രി കെ രാജനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം അദ്ദേഹം അവിടുത്തെ ആളുകളെ ഓരോരുത്തരെയും കൃത്യമായിട്ട് പരിപാലിക്കുകയും അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതി എന്തുകൊണ്ട് തുടർന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അന്ന് ടൗൺഷിപ്പ് വീടുകൾ കൈമാറുന്ന ദിവസം ആ മന്ത്രി അവിടെ കയറി ഇറങ്ങുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കരയുകയായിരുന്നു. ആ നാട്ടിലെ ഓരോ ആളുകളുടെയും പേര് കൃത്യമായിട്ട് അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയുണ്ട് അവരുടെ കൂടെ, എന്താണ് അവരുടെ പ്രതീക്ഷകൾ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന മന്ത്രി എന്തുകൊണ്ട് നൗഫലിനെ മാത്രം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ മന്ത്രി പറഞ്ഞതുപോലെ വീടിന് വിള്ളലുണ്ടാകില്ലായിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ എന്താണ് അവസ്ഥ എന്ന് പരീക്ഷിക്കുന്നതിനിടയിൽ അവിടെ ലീക്കുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള അടുത്ത ഫർദർ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആണിയടിച്ചിട്ടിരുന്നതായിരിക്കാം. ഒരുപക്ഷെ എഞ്ചിനീയേഴ്സ് അവിടെ പെൻസിൽ കൊണ്ട് വരച്ചതായിരിക്കാം. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മന്ത്രി എന്തുകൊണ്ട് നൗഫലിനോട് നേരിട്ട് സംസാരിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ മന്ത്രി വിശദീകരണവുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ മന്ത്രിയെ അധിക്ഷേപിക്കുന്നവരുടെ അടക്കം താൻ ഒരു കൂലിപ്പണിക്കാരനായിട്ട് മുന്നോട്ട് വന്നവരാണ്, തന്നെ കൂലിപ്പണിക്കാരനാക്കി ചിത്രീകരിക്കുന്നത് തനിക്കൊരു സങ്കടവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണവും നടത്തുന്നുണ്ട്. എന്തായാലും ഇത്തരമൊരു വിഷയങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആ ഒരു ദുരന്ത ഭൂമിയിൽ ഏറ്റവും വലിയ ദുരന്തം കണ്ട് അനുഭവിച്ച മനുഷ്യന് ഇന്നും ഒരു സമാധാനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അയാളെ ഒരാൾ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ വിവാദമുണ്ടാക്കാൻ വേണ്ടി നൗഫലിനെ തെറ്റിദ്ധരിപ്പിച്ചു വഴിതിരിച്ചു വിടുകയാണെങ്കിൽ അവിടെയും അയാളാണ് ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്നത് പോലെ ഈ വീടിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഈ ലീക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടതാണ് എങ്കിൽ അവിടെയും ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയും അനുഭവിക്കേണ്ടുന്നത് നൗഫൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നൗഫലിന് തന്നെ എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യനൊരു സമാധാനം കൊടുക്കാൻ ഇനിയും നമ്മുടെ സമൂഹത്തിനായിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള ഇത്തരം ആക്ഷേപങ്ങൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അയാൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.